Hi friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളാശംസകൾ നേരുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ചിക്കൻ ഡ്രൈ ഫ്രൈ ആയിട്ടാണ് നമ്മൾ ഇന്ന് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റൊക്കെ ചെയ്താൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. നമുക്കിത് ആദ്യം തന്നെ ചിക്കൻ ഒരു 3 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമുക്ക്. ഇനി നമ്മൾ ഇതിനുള്ള മാരിനേഷൻ റെഡിയാക്കാണ്. അപ്പോൾ ഒരു 25 ചുള വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ചതച്ചെടുത്താണ്. നമ്മൾ മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയതാണ് കേട്ടോ. ഒരു 2 പച്ചമുളക്, ഒരല്പം വിനാഗിരിയും ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ ഫ്ലോറാണ് കേട്ടോ. നമ്മുടെ മൈദയാണ്, ഓൾ പർപ്പസ് ഫ്ലോർ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ആഡ് ചെയ്യണം. ഒരു 3/4 കപ്പ് തൈര്, നമ്മൾ പച്ചമുളകൊക്കെ ചേർന്നുകൊണ്ട് നല്ല അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് സ്പൈസി നമ്മുടെ നോക്കിയിട്ട് മതി. നമുക്ക് താല്പര്യമുള്ളവർക്ക് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ഇടാം. അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടോ. നമ്മുടെ ചിക്കൻ എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഉപ്പിടാം. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞത് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു 2 മുട്ട, ഇനി നന്നായിട്ടത് തിരുമ്മി നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മാരിനേഷൻ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് മിക്സിയിലും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. പിന്നെ നമ്മൾ ഉപ്പും പുളിയും കൂടി ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പുളിയില്ലെങ്കിൽ ഒരല്പം വിനാഗിരിയോ ഒരല്പം ചെറുനാരങ്ങ നീരോ ഒഴിച്ചു കൊടുത്തേക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് ഇറച്ചി ചിക്കൻ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ ഒന്ന് അതിനെ വെക്കുവാണ്. അപ്പോഴാണ് അതിന് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ വറുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം.
ചിക്കൻ വേണോ? ചിക്കൻ വേണോ എനിക്ക്? ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം കേട്ടോ. ഇനി നമ്മൾ ഒരല്പം ഇത് കോരാറാവുമ്പോഴേക്കും ഒരല്പം വേപ്പില് ഒരല്പം പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് കോരിയിടുക.